ഹായ് എവ്രി വൺ, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഒരു മീൻ വറക്കുന്ന റെസിപ്പി പഠിക്കാം. ഏതെങ്കിലും നല്ല ദശകട്ടിയുള്ള മീൻ എടുക്കുക. ഇത് ഞാൻ എടുത്തത് കറുത്ത ആഗോലി, ഹൽവ എന്ന് ഹിന്ദിയിൽ പറയും, അതാണ് എടുത്തേക്കുന്നത്. കറുത്ത ആഗോലി ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര സാധനം വേണം. ഞാൻ ഓൾറെഡി മീൻ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉപ്പും ആട്ടയിട്ട് കഴുകി നല്ലതായിട്ട് കല്ലേൽ, ഈ അമ്മിക്കല്ലുണ്ട് എനിക്ക്, ഈ കല്ലേൽ ഞാൻ ഓരോ പീസും നല്ലതായിട്ട് ഉരച്ച് വൃത്തിയായിട്ട് കഴുകി 2-3 വട്ടം പതച്ച് കഴുകിയ വൃത്തിയുള്ള മീൻ, അത് നന്നായിട്ട് പത്തലായിട്ട് നല്ലതായിട്ട് അതിനെ സ്ലൈസ് ആക്കിയത് മീനാണ്. അതിനെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചത്. അതായത് ഉപ്പ്, കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് ഒരു 2 സ്പൂൺ കുരുമുളക്, പിന്നെ മഞ്ഞൾ പൊടി 1 സ്പൂൺ, കശ്മീരി മുളക് പൊടി ഒരു 2.5 സ്പൂൺ, പിന്നെ കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ. പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അരപ്പാണിത്. ഈ അരപ്പിനകത്ത് ഈ വെട്ടി തേച്ച് കഴുകിയ മീന് 2 വശവും നന്നായിട്ട് കൈകൊണ്ട് പരത്തി തേച്ച് അതിനെ ഇതൊരു അരമണിക്കൂറായിട്ട് ഞാൻ വെച്ചേക്കുവാണ്. ഇതിനെ ഞാൻ ഒരു ഗ്രിൽഡ് പാനിനാണ് ഇതിനെ വറക്കുന്നത്. ഗ്രിൽഡ് പാൻ ആകുമ്പോഴത്തേന് അധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് പാൻ കത്തിക്കാം. നമ്മൾ കത്തിച്ചു. ഗ്രിൽഡ് പാൻ ആകുമ്പോഴത്തേന് ഇതിനകത്ത് ഇങ്ങനെ ഓയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യാവുന്ന ബോട്ടിലാണ്. വളരെ നല്ലൊരു സൗകര്യമുള്ള ബോട്ടിലാണ്, ഓയിൽ ബോട്ടിൽ. ഇത് ഞാനിപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുന്നത്, ഇങ്ങനെ ഒഴിക്കുക, പിന്നെ ഇങ്ങനെ ഒഴിക്കുക. ഓക്കെ, ഇത്രയും ഓയിൽ മതിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓയിൽ പിന്നെ വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. ചൂടായിക്കോട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മീനിൻ്റെ നാറ്റം വരാതിരിക്കുന്നതിന് കരിയാപ്പില ഇടുന്നത് നല്ലതായിരിക്കും. കരിയാപ്പില അതിൻ്റെ ഒരു ഫ്ലേവറും വരും. ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത്. കുറച്ചുകൂടെ ഓയിലൊന്ന് ഒഴിക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ച് ഓക്കെ. ഓയിൽ ചൂടായി വരുന്നു. അപ്പോൾ നമുക്ക് കഷ്ണം അങ്ങോട്ട് ഇടാം. ചെറിയ കഷ്ണങ്ങൾ ഹൊറിസോണ്ടലായിട്ട് ഇടാം, വലിയ കഷ്ണങ്ങൾ വെർട്ടിക്കലായിട്ട് ഇടാൻ പറ്റും. നേരെ ഇതായിട്ട് ഇടണം. ഇങ്ങനെ നല്ലതായിട്ട് ഇതിനെ മൂപ്പിക്കണം. അതായത് ഇതിനെ നമ്മുടെ ഒരു പാൻ കൊണ്ടൊന്ന് മൂടി വെക്കാം. ഓക്കെ, ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഇതിനെ നമുക്ക് ഈ തടിയുടെ പാറ്റില ഉപയോഗിച്ച് നമുക്കതിനെ മറിച്ച് ഇടണം. ഈ തടിയുടെ പാറ്റില ഉപയോഗിച്ച് അതിനെ മറിച്ചിടാൻ പറ്റും. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തടിയുടെ മാത്രമേ ഉപയോഗിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നൊന്ന് വറന്ന് കിട്ടട്ടെ കേട്ടോ. ഇതിനെ നമുക്ക് മൂടി വെക്കാം, വലിയ സ്മെല്ല് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. കണ്ടോ നിങ്ങൾ, മൂത്ത് നല്ല കളറൊക്കെ ഉണ്ട്. നമുക്കിതിനെ ഒന്ന് പതുക്കെ മറിച്ചിടാൻ നേരത്ത് നമുക്കിതിനെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കാം. സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട് കേട്ടോ. മറിച്ചിട്ട് നമുക്ക് സ്പൂൺ റെസ്റ്റിലോട്ട് നമ്മുടെ സ്പാറ്റിൽ വെക്കാം. പിന്നെ അതിൻ്റെ ഉള്ള ഓയിലിൽ തന്നെ ഇരുന്ന് മൂടി വെക്കണ്ട. നമുക്ക് അതിനെ തുറന്ന് വെക്കാം. മൂടി വെച്ചാൽ ഒന്നുകൂടെ അങ്ങ് സോഫ്റ്റായി അതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ മൂടി വെക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ വറുക്കാം. ചെറുതീയിൽ കിടക്കട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് അത് വറുത്ത് കഴിഞ്ഞ് നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്യാം.